ഹായ്, ഇന്നത്തെ നമ്മുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഇതുപോലൊരു 3 കുടം വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് ചെറിയ വെളുത്തുള്ളി ആയതുകൊണ്ടാണ് കേട്ടോ ഞാനിത് 3 എടുത്തിട്ടുള്ളത്. വലുതാണെന്നുണ്ടെങ്കിൽ 1 2 ഒക്കെ മതിയാവും. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു പുറം ഭാഗത്തുള്ള തൊലി നമുക്കൊന്ന് മാറ്റാം. കാരണം നമ്മളിതിന് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഇതിൻ്റെ പുറം ഭാഗത്ത് എന്തെങ്കിലും പൊടികളൊക്കെ ഉണ്ടെങ്കിൽ അത് എണ്ണയിലാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇതിൻ്റെ ഒരു പുറം ഭാഗത്തുള്ള തൊലി ഇങ്ങനെ ഒന്ന് മാറ്റിക്കളയുന്നത്. ഇനി ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഇതുപോലൊരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ വെളിച്ചെണ്ണ ഇവിടെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഒരു 3 കുടം വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഇടയ്ക്കിടയ്ക്ക് എല്ലാ ഭാഗവും ഒരുപോലെ മുരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ. തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ട് ഈ ഒരു കളറായിട്ട് വരുമ്പോൾ നമുക്കിത് കോരി മാറ്റി വെക്കാം. അപ്പോൾ വെളുത്തുള്ളിയൊക്കെ ഇവിടെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പൊരിച്ചെടുത്തിട്ടുള്ള ഒരു വെളുത്തുള്ളിയൊക്കെ ചൂടാറി വന്നിട്ടുണ്ട് കേട്ടോ. ചൂടാറിയതിന് ശേഷം നമുക്കിതെല്ലാം ഒന്ന് വേർപ്പെടുത്തിയിട്ട് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് മാറ്റാം. അപ്പോൾ നമ്മൾ കത്തിയൊന്നും വേണ്ട ഇങ്ങനെ തൊലിച്ചെടുക്കാൻ, കൈകൊണ്ട് തന്നെ ഇതുപോലെ തൊലിച്ചെടുക്കാം. പിന്നെ ഈ ഒരു വെളുത്തുള്ളി നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല പഞ്ഞി പോലെ ആയി വന്നിട്ടുണ്ട്. അത്രയ്ക്കും നന്നായിട്ടിത് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ വെളുത്തുള്ളീൻ്റെ തൊലിയും മാറ്റിയിട്ട് ഞാനിതാ ഇതുപോലെ മാറ്റി വെക്കുന്നുണ്ട്. ഇത്രയും വെളുത്തുള്ളി അല്ലിയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിത് ഇതുപോലൊരു ഉള്ളി കുത്തുന്ന കല്ലെടുത്തിട്ട് നമുക്കിത് ഒന്ന് നന്നായിട്ട് കുത്തി ഉടച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ ഇത് ഉടഞ്ഞു കിട്ടും കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെളുത്തുള്ളിയാണ്, അതുകൊണ്ട് ഇതുപോലെ തന്നെ കുത്തിയെടുത്താലും മതി. അല്ലെങ്കിൽ ഇനിയിപ്പോൾ നിങ്ങൾക്ക് മിക്സിയുടെ ചെറിയ ജാറിലൊക്കെ ഇട്ട് അരക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ അരച്ചെടുത്താലും മതി കേട്ടോ. അത് നിങ്ങളുടെ ഇഷ്ടപ്രകാരം ചെയ്യാം. പിന്നെ ഇത് ഇതുപോലെ കുത്തിയെടുക്കുന്ന സമയത്ത് ഒട്ടും തന്നെ തരിയൊന്നും ഇല്ലാതെ നല്ല പേസ്റ്റ് പരുവത്തിൽ വെളുത്തുള്ളി ആയി കിട്ടണം. ഇപ്പോൾ വെളുത്തുള്ളി ഇവിടെ നല്ല പേസ്റ്റ് പരുവത്തിൽ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഒട്ടും തരിയില്ലാതെ തന്നെ ഞാനിതാ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു ബൗളെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് കടലമാവ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 കപ്പ് അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരിപ്പൊടി നമ്മൾ പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന ആ ഒരു അരിപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് കായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/4 ടീസ്പൂണ് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ പാകത്തിനുള്ള ഉപ്പും പിന്നെ 1 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ചതച്ചെടുത്തിട്ടുള്ള വെളുത്തുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 2 ടീസ്പൂണ് ചൂടുള്ള ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ വെളിച്ചെണ്ണയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ കൈ വെച്ചിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നാലുള്ള ഓയിലൊക്കെ എല്ലാ ഭാഗത്തും ഒന്ന് ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യാം. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. ഇനി നമുക്കിതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കുഴച്ചെടുക്കാം. വെള്ളം ആദ്യം തന്നെ ഒന്നിച്ച് ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് കുഴച്ചെടുത്താൽ മതി. ഒരുപാട് ടൈറ്റായിട്ടും വേണ്ട, എന്നാൽ ഒരുപാട് ലൂസായിട്ടും വേണ്ട. അങ്ങനത്തെ ഒരു പരുവത്തിലാണ് കേട്ടോ നമുക്ക് മാവ് വേണ്ടത്. അങ്ങനെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് വേണ്ടത് സേവനാഴിയാണ്. അപ്പോൾ സേവനാഴി എടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ മിക്സ്ചറൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ചില്ലാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നുറുക്കിൻ്റെ സ്റ്റാർ ആയിട്ടുള്ള ആ ഒരു അച്ചുണ്ടല്ലോ, അത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഈ ഒരു വണ്ണത്തിലുള്ള അച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ഒന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഓയിലൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മാവ് ഇതിലേക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനി ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് നമുക്ക് ഇതുപോലെ ഒന്ന് തിരിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് എത്രത്തോളമാണോ നീളം വേണ്ടത് അതിനനുസരിച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ മൊത്തത്തിൽ ഒന്നിച്ച് ചുറ്റിച്ചു കൊടുത്തിട്ട് പിന്നെ നമ്മൾ ആയതിനു ശേഷം അത് പൊട്ടിച്ചെടുത്താലും മതി. അപ്പോൾ ഞാനിതാ ഇതുപോലെ കത്രിക വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇനി ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒരു പപ്പട സ്റ്റിക്ക് വെച്ചിട്ട് ഒന്ന് എല്ലാം ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇളക്കി കൊടുക്കുന്ന സമയത്ത് ഒട്ടിപ്പിടിച്ച് നിൽക്കുന്നതൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വേർപ്പെട്ടി കിട്ടിക്കോളും. പെട്ടെന്ന് തന്നെ ഇത് റെഡിയായിട്ട് കിട്ടും കേട്ടോ. നുറുക്ക് വേവിക്കുന്ന അത്രയും സമയമൊന്നും വേണ്ട ഇത് ആയി കിട്ടാൻ വേണ്ടിയിട്ട്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ ഞാനിത് പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ കുറച്ച് സമയം വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഇതിലുള്ള തിളയൊക്കെ നിന്നിട്ട് ഇതൊന്ന് മുരിഞ്ഞ ആ ഒരു സൗണ്ട് കേൾക്കും കേട്ടോ. ആ ഒരു സൗണ്ട് കേൾക്കുന്ന സമയത്ത് നമുക്കിത് കോരിയെടുക്കാം. ഇപ്പോൾ ഇതിവിടെ റെഡിയായി വന്നിട്ടുണ്ട്.
അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല മൊരിഞ്ഞ ഒരു സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് നമ്മളിത് ഇതുപോലെ ഇളക്കി കൊടുക്കുന്ന സമയത്ത്. ഇനി ലാസ്റ്റ് നമ്മൾ ഇതിൻ്റെ മുകളിൽ കുറച്ച് കറിവേപ്പില പൊരിച്ചതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയുള്ള വെളുത്തുള്ളിയുടെ ഫ്ലേവറിലുള്ള നല്ലൊരു മിക്സ്ചർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്